ശബരിമല ശ്രീകോവിലിൻ്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മദ്രാസിലേക്ക് കൊണ്ടുപോയി. ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലാണ് ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണപ്പാളികൾ മദ്രാസിൽ കൊണ്ടുപോയത്. ഇക്കാര്യത്തെപ്പറ്റി ഹൈക്കോടതി ഇപ്പോൾ സുപ്രധാനമായ 1-2 ഡയറക്ഷൻസ് കൊടുത്തിരിക്കുന്നു. ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് KV ജോമാറിൻ്റെതാണ് ആ ഡയറക്ഷൻസ്. സ്വർണ്ണപ്പാളിക എന്തിനാണ് മദ്രാസിൽ കൊണ്ടുപോയത്, അത് അടിയന്തരമായിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് അവർ ഉത്തരവിട്ടിരിക്കുന്നു. ഹൈക്കോടതിയിലെ ഉത്തരവ് പ്രകാരം ദേവസ്വം ബോർഡിലെ വിജിലൻസ് സൂപ്രണ്ടുണ്ട്, അദ്ദേഹം അത് പിടിച്ചെടുത്ത് എത്രയും പെട്ടെന്ന് ഹാജരാക്കണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരവ് വന്നപ്പം തന്നെ ആ ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തിയ സ്വർണ്ണപ്പാളി അത് എന്തിനാണ് മദ്രാസിൽ കൊണ്ടുപോയെന്ന് അറിയില്ല, അതിപ്പോൾ ഉരുക്കിയിരിക്കുന്നു. അത് എത്ര ഗ്രാം എത്ര കിലോ സ്വർണം ഉണ്ട് ആ ദ്വാരപാലക വിഗ്രഹത്തിലെ പാളികളിൽ നിന്ന് നമുക്ക് വ്യക്തതയില്ല. അത് ഹൈക്കോടതി അതുകൊണ്ട് അത് പിടിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അത് തന്നെയല്ല, ശബരിമലയിലെ ഒരു സാധനങ്ങളും വെളിയിൽ കൊണ്ടുപോകാൻ ഒക്കില്ല. എന്തെങ്കിലും റിപ്പയറോ ഏത് രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അവിടെ തന്നെ വെച്ച് ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. അത് ശബരിമല ദേവസ്വം ബോർഡ് മാനുവലിൻ്റെ ഒരു വയലേഷനാണ് ഇപ്പം പ്രസിഡന്റും മറ്റുള്ളവരും കാണിച്ചിരിക്കുന്നത്. ആര് പറഞ്ഞിട്ടാണ് ശബരിമലയിലെ ഇത്തരം വിലയേറിയ ആ സ്വർണ്ണപ്പാളികൾ മദ്രാസിൽ കൊണ്ടുപോയത്? അതേപടി തിരിച്ചു കൊണ്ടുവരണമെന്ന് ഉത്തരവിട്ടെങ്കിലും അതിപ്പോൾ ഉരുക്കിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അത് മാറ്റ് കുറഞ്ഞ സ്വർണമാണോ, പുതിയ മാറ്റുള്ള സ്വർണം, അത് 26 മാറ്റുള്ളതാണോ, 32 മാറ്റുള്ളതാണോ എന്നൊക്കെയുള്ള 100 പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് എന്തിനാണ് ആ സാധനം അവിടുന്ന് വെളിയിലേക്ക് കൊണ്ടുപോയത്? കോടതി അതാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവരാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ സ്വർണം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോട്ടിയാണ്. അതൊക്കെ 2024 ഇതിനെ സംബന്ധിച്ച് ചില ഇമെയിൽ ദേവസ്വം ബോർഡിന് അയച്ചു കൊടുത്തിരുന്നു. ബാങ്ക് വഴി അയച്ചു കൊടുത്ത അത് നന്നാക്കാൻ സ്പോൺസറുകാർ എത്ര രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതിൽ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട്, ഇതിൻ്റെ കണക്കുകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ആ സ്പോൺസർ എത്ര ലക്ഷം രൂപ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അത് എന്തിനുപയോഗിച്ചു, ആ പണത്തിൻ്റെ ചിലവാക്കിയ സംഖ്യകൾ എത്ര, അതിൻ്റെ കണക്കുകളും ഹാജരാക്കണമെന്ന് പറഞ്ഞു. സ്വർണം പാളികൾ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് മദ്രാസിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്നൊരു കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. അവർ അടിയന്തരമായി നോട്ടീസ് കൊടുത്തിട്ട് അവരെ കൂടെ കക്ഷി ചേർക്കണം. അവരെ അടുത്ത് ആരാണ് പറഞ്ഞത് ഇത് കൊണ്ടുപോകാൻ, ആരുടെ താല്പര്യത്തിനാണ് ശബരിമലയിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഇതുപോലെയുള്ള സ്വർണ്ണപ്പാളികളും വിഗ്രഹങ്ങളും ഒക്കെ എടുത്തു കൊടുത്തത് ആര്, അതേപ്പറ്റി അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പോൾ ആ പോറ്റി, ബാംഗ്ലൂർ പോറ്റി ശബരിമല നേരത്തെ പോറ്റി ആയിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ സ്ട്രോങ് റൂമിൽ അഡീഷണലായിട്ട് ദ്വാരപാലക വിഗ്രഹത്തിൽ സ്വർണ്ണപ്പാളി ചാർത്തി ഒരു അഡീഷണൽ വിഗ്രഹങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ സ്വർണ്ണപ്പാളികൾ എടുത്തു കഴിഞ്ഞാൽ അതുകൂടെ മദ്രാസിൽ കൊണ്ടുപോയാൽ ഇതിൻ്റെ ചെലവ് കുറയ്ക്കാൻ പറ്റും എന്നൊരു വാക്കുകൾ അദ്ദേഹം ഇമെയിലിൽ കൂടെ അറിയിച്ചിട്ടുണ്ട് 2024. ഇപ്പോൾ ഹൈക്കോടതി കൊടുത്ത ഈ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റിൽ ദേവസ്വം ബോർഡ് ഈ ഒരു കാര്യമേ സപ്രസ് ചെയ്തിരിക്കുന്നു, പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇത്തരം അറ്റകുറ്റപ്പണികൾ സന്നിധാനത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ ഇതുവരെ സന്നിധാനത്തിലുണ്ട്. ഈ പുതിയ ആൾക്കാർ വന്നപ്പോൾ എന്തിനാണ് ഈ സ്വർണ്ണപ്പാണികൾ ചാർത്തിയ ദ്വാരപാലക വിഗ്രഹത്തിലെ ഇത്തരം വിലയേറിയ വസ്തു അവിടുന്ന് കടത്തി മദ്രാസിൽ കൊണ്ടുപോയത് എന്തിന്? അതിന് എന്താണ് അതിനകത്ത് ഈ ദേവസ്വം ബോർഡും അതുപോലെ സ്മാർട്ട് ക്രിയേഷൻ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, എന്തെങ്കിലും ഓറൽ എഗ്രിമെൻ്റ് ഉണ്ടോ, റിട്ടൺ എഗ്രിമെൻ്റ് ഉണ്ടോ, അവരെങ്ങനെയാണ് ഈ പിക്ചറിൽ വന്നത്, അവരെ കൂടെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. ഹൈക്കോടതിയിൽ വിശദമായി ഇതിനൊരു കൗണ്ടർ അഫിഡവിറ്റ് തീർച്ചയായിട്ടും ആ സ്മാർട്ട് ക്രിയേഷനും അതുപോലൊപ്പം തന്നെ ദേവസ്വം ബോർഡും ഇനിയും കൊടുക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ചില കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒളിച്ചു വെച്ചിട്ടാണ് ഹൈക്കോടതിയിലെ വിശദീകരണം അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും വളരെ സീരിയസ് ആയ ഒരു സംഭവം തന്നെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു.
ആ സ്വർണ്ണപ്പാളികൾക്ക് എത്ര ഗ്രാം തൂക്കം അല്ലെങ്കിൽ എത്ര കിലോ സ്വർണ്ണപ്പാളിയാണ് കൊടുത്തയച്ചത്, അതിന് വല്ല കണക്കുണ്ടോ, ഇവിടെ തൂക്കി നോക്കിയിട്ടാണോ അയച്ചത്, അതിൻ്റെ മാറ്റ് നോക്കിയിട്ടാണോ അയച്ചത്, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതൊരു സംശയാസ്പദമായ രീതിയിലാണ് അതിൻ്റെ പോക്ക്. ഹൈക്കോടതിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ശബരിമലയിൽ ഒരു സാധനം വെളിയിലോട്ട് അയക്കാൻ കഴിയില്ല. അതെന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിലും സ്വർണം പൂശാനുണ്ടെങ്കിലൊക്കെ അവിടെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആ ശബരിമല മാനുവലി പറയുന്നത്. അതുകൊണ്ട് ഇപ്പം കാണിച്ചിരിക്കുന്നതിന് ആരുടെ ഉത്തരവ് പ്രകാരമാണ് ഇങ്ങനെ കൊണ്ടുപോയത്, അവർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാവും. ഇതിനകത്ത് കോടതി കണ്ടെത്തിയിരിക്കുന്ന ചില പാകപ്പിഴകൾ ആരാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ അവർ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും.